ഓഫ് ഗ്രിഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇതുപോലെ തന്നെ സൂര്യന്റെ പ്രകാശത്തിലെ പാനൽ വെക്കുന്നു, കറണ്ട് ഉണ്ടാക്കുന്നു. അതിന്റെ ഫസ്റ്റ് പ്രിയോറിറ്റി എന്താണെന്നറിയോ? ബാറ്ററി ചാർജിങ് ആണ്. അതിന്റെ ഡയഗ്രാം ഇങ്ങനെ വരുന്നത്. സോളാർ പാനൽ വെച്ചു, അതിന്റെ ഫസ്റ്റ് പ്രിയോറിറ്റി ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ്. ഇൻവെർട്ടറിൽ വന്നു, ബാറ്ററി ഒരു 60% ചാർജ് ആയി കഴിഞ്ഞാൽ, 60% ചാർജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്റലിജന്റ് മോണിറ്റർ ഉണ്ട്. ഇന്റലിജന്റ് ഷെയറിംഗ് നടക്കും. പകുതി വീട്ടിലോട്ട് തരും, പകുതി ബാറ്ററിലോട്ട്. ബാറ്ററി എപ്പോൾ ഫിൽ ആവുന്നുവോ അപ്പൊ മുതൽ ഫുള്ള് കറണ്ട് നമ്മുടെ വീട്ടിലോട്ട് തരും. വീട്ടിൽ ഉപയോഗം കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിൽ മുകളിലോട്ട് പോവില്ല. മനസ്സിലായോ? ഗ്രിഡുമായിട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ട് തിരിച്ചു പോവില്ല. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള കാൽക്കുലേഷൻ നടത്തിയിട്ട് വേണം, എത്ര യൂണിറ്റ് വേണം, അതിനനുസരിച്ച് സ്റ്റോറേജ് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ട വെച്ചു കൊടുക്കേണ്ട സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. മനസ്സിലായ? മറ്റതൊന്നും നോക്കണ്ട, 60 കൊണ്ട് വെച്ച ഒരു ദിവസം കണക്ക് കിട്ടി, ഇത്ര കിലോ കൊണ്ട് വെച്ചാൽ മതി പറഞ്ഞ പ്രശ്നം തീർന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഇത്തിരി കാൽക്കുലേഷൻ ഉണ്ട് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് കറണ്ട് വന്നാൽ അവരുടെ ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യലാണ്. അല്ലാണ്ട് നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റില്ല. ബാറ്ററി ഡൗൺ ആയിട്ട് കിടക്കുന്നതിന് ബാറ്ററിയിലേക്ക് പോകുള്ളൂ. ബാറ്ററിയിൽ 60% ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനുള്ള ഇന്റലിജന്റ് മോണിറ്റർ, ഇന്റലിജന്റ് ഷെയറിംഗ് നടക്കും. പകുതി ബാറ്ററിയിലോട്ട് പോകും, പകുതി ഗ്രിഡിലോട്ട് തരും. ഓക്കെ, ബാറ്ററി എപ്പോൾ നിറഞ്ഞുവോ പിന്നെ ഫുള്ള് കറണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് എടുക്കാം. ബാറ്ററി നിറഞ്ഞെടുക്കാം. ക്ലിയർ ആയോ? ഇനി അപ്പൊ നമ്മുടെ പകൽ സമയത്ത് നമ്മുടെ വീട്ടിൽ സോളാറാണ് മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മണി കഴിയുമ്പോൾ ഇത് KSEB എടുക്കൂല, ബാറ്ററിയിൽ നിന്ന് എടുത്തോണ്ട് പോകും. ലൈറ്റ് കണക്ട് ചെയ്ത് നിൽക്കല്ലേ, അപ്പൊ ബാറ്ററിയിൽ നിന്നാണ് എടുത്തു കൊടുക്കാം. 6 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം ഏതാ എടുക്കണേ? ബാറ്ററിയാണ്. അങ്ങനെ ഉപയോഗിച്ച് 60% ഉപയോഗിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഇത് ചേഞ്ച് ടു KSEB. ഓട്ടോമാറ്റിക്കായി നമ്മൾ തിരിക്കാനൊന്നും പോകണ്ട. ക്ലിയർ? അപ്പൊ ഇതിൽ ബാക്കി എത്രയുണ്ട്? 60 പോയി, ബാക്കി എത്രയുണ്ട്? 40 ഉണ്ട്. ഇനി KSEB റൺ ചെയ്തോണ്ടിരിക്കാം. KSEB ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി, അപ്പൊ തിരിച്ച് ഇതിലോട്ട് വീണ്ടും പോയി. അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അൺഇൻറപ്റ്റഡ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. തടസ്സങ്ങളില്ലാത്ത വൈദ്യുതി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഓഫ് ഗ്രിഡ്. അപ്പൊ സത്യത്തിൽ ഓഫ് ഗ്രിഡ് ആണ്, ഓഫ് ഗ്രിഡ് ആണോ നല്ലത്, ഓഫ് ഗ്രിഡ് ആണോ നല്ലത്? യെസ്, പർപ്പസ്ലി. അതായത് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് മോട്ടീവാണ്. നിങ്ങൾക്ക് എപ്പോഴും വൈദ്യുതി ബില്ലിന് അത് നമുക്ക് എനർജി ചാർജ് 0 ആക്കി എടുക്കാം. ഓഫ് ഗ്രിഡ് വിഭാവനം ചെയ്യുന്നത് അത് കംഫർട്ട് മോട്ടീവാണ്. കംഫർട്ട് മോട്ടീവ് എന്ന് വെച്ചാൽ സൗകര്യങ്ങളാണ് നമുക്ക് തരുന്നത്, അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മളെല്ലാം എവിടെ ഇരിക്കും, പെട്ടെന്ന് കറണ്ട് പോയി, ഈ ഇവിടെ ഇൻവെർട്ടർ ഒന്നും ഇല്ലാന്ന് വെച്ചോളൂ, അപ്പൊ നമുക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും? അസ്വസ്ഥരായി, ഇല്ലേ? നമ്മുടെ കംഫർട്ട് പോയി. അപ്പൊ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓഫ് ഗ്രിഡ് വെക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാലോ കംഫർട്ടും ആയി, ബില്ലും കുറയും. അതിന്റെ പേരാണ് ഓഫ് ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ ലിവ്ഗാർഡ് സോളാർ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം നമുക്ക് ഡിസംബറിലാണ് ഇറക്കുന്നത് പറഞ്ഞത്. മിക്കവാറും ജനുവരിയിൽ ലോഞ്ച് ആവും. അപ്പൊ നമ്മള് ഓൺ ഗ്രിഡ് വെച്ചു, ഓഫ് ഗ്രിഡ് വെച്ചു. അപ്പൊ 2 ഇൻവെർട്ടർ ഉണ്ടാവും. ക്ലിയർ അല്ലേ? എന്നാൽ അതേ സമയം ഈ ഹൈബ്രിഡ് വെച്ചാൽ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കൂടി ഒറ്റ ഇൻവെർട്ടർ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ബാറ്ററി ഉണ്ടാവും. അപ്പോൾ ആ സിസ്റ്റത്തിൽ ബാറ്ററി ഉണ്ടാവും. അപ്പൊ ഹൈബ്രിഡ് സിസ്റ്റത്തിന് എപ്പോഴും ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കൂടിയ വിലയാണ് വരിക. ഓൺ ഗ്രിഡിന് ഇത്ര രൂപയുള്ളൂ, ആ വിലയ്ക്ക് ഹൈബ്രിഡ് കിട്ടുമെന്ന് വെച്ചിട്ട് ഇരിക്കരുത്. ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കൂടിയതാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല അതിലെ ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ലിഥിയം ബാറ്ററി മറ്റേതിനേക്കാൾ പൊതുവെ വില കൂടുതലാണ്. അപ്പൊ നമ്മുടെ കമ്പനി ഒരു കാര്യം ചെയ്യുന്നത്, ബാറ്ററി നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ലിഥിയം വേണമെങ്കിൽ ലിഥിയം എടുക്കാം, അല്ല സാധാരണ ബാറ്ററി വേണമെങ്കിൽ സാധാരണ ബാറ്ററി എടുക്കാം. മനസ്സിലായി? ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വിലയും കൂടി കൂടും എന്ന് നമ്മൾ സൗകര്യങ്ങൾ കൂടുമ്പോ മാരുതിക്ക് 2.5 ലക്ഷം കൊടുത്താൽ കിട്ടും, ആ കാശിന് കൊടുത്ത ബെൻസ് കിട്ടുമോ? ഇല്ല. അതിന് സൗകര്യങ്ങളും കൂടുതലുണ്ട്. സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിനനുസരിച്ച് വില വരും. അതിന് മാരുതി ഒറ്റ ടയറുടെ ഷോറൂമിൽ കൊണ്ട് ചോദിച്ചു, ആ മാരുതി അവിടെ 2.5-3 ലക്ഷം രൂപ കിട്ടുമല്ലോ, എത്ര വില പറയണമെന്ന് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അവർക്ക്. എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് അത് ഓരോ കപ്പാസിറ്റി ഉണ്ട്, പല കപ്പാസിറ്റിയാണോ വരുന്നത്. 3 കിലോവാട്ടിന്റെ ഉണ്ട്, 5 കിലോവാട്ടിന്റെ ഉണ്ട്, 8, 5, 10 അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരും. അതിനനുസരിച്ച് വിലകളും വ്യത്യാസങ്ങൾ വരും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയി പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ഒന്നാണ്. ഇനി ഇതിന്റെ ഒരു ഗുണമാണ്, നമുക്ക് രണ്ടും ഒരുമിച്ച് നടക്കും. സ്പേസ് ഒക്കെ കുറച്ച് മതി,
ഇത് വരാൻ പോകുന്നത് ലിഥിയം ബാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചുമലില് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാം. മറ്റേ ബാറ്ററി അങ്ങനെ പറ്റുമോ? ഇല്ല. അതിന് സ്പേസ് കണ്ടപ്പാനം വേണം, വേണ്ടേ? അപ്പൊ സൗകര്യങ്ങൾ കൂടി, കാശ് കൂടും. സൗകര്യങ്ങൾ കൂടുമ്പോ പൈസ കൂടും. ഇനി അതിന്റെ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിന്റെ ചെറിയൊരു ദോഷം എന്താണ്? ദോഷം എന്ന് വെച്ചാൽ പൈസ കൂടും, അതാമത്തെ ദോഷമാണ്. രണ്ടാമത്തെ എന്താണ്? എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഓൺ ഉണ്ടാവില്ല, ഓഫ് ഉണ്ടാവില്ല, രണ്ടും ഒരുമിച്ച് ഷട്ട് ഡൗൺ ആവും, അല്ലേ? മറ്റേത് അങ്ങനെയല്ല, രണ്ട് സെപ്പറേറ്റ് ആണ്. ഒന്നല്ലെങ്കിൽ ഓൺ ഉണ്ടാവും, ഓഫ് ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ വർക്ക് ചെയ്യും. ക്ലിയർ ആയോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഏതാണ് ഉപയോഗിക്കുക എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം ബെൻസ് കാറ് നല്ലതാണ്, മാരുതി കാറ് നല്ലതാണ്. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന സാധനമല്ലേ നമ്മൾ നോക്കിയിട്ട്, പോക്കറ്റിലേക്ക് ഒതുക്കണമല്ലേ നമ്മൾ നോക്കിയിട്ട് മേടിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള പൈസയും കൂടി ഉണ്ടാവണം. അപ്പൊ നമ്മളെ ഇത് സിസ്റ്റം മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.